നമസ്കാരം. കേളൻ കുലുങ്ങിയാലും കുലുങ്ങാതെ മാണി, ചൂണ്ടയുമായി സുധീരൻ, രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അവധി കൊടുത്ത് ഓണവിനോദങ്ങളിൽ നേതാക്കൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഗോവ, മഹാരാഷ്ട്ര തുടങ്ങി BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും മദ്യനിരോധനം നടപ്പാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ യുവമോർച്ചക്കാർ തത്വത്തിൽ മദ്യത്തിന് എതിരാണ്, പ്രത്യേകിച്ചും ഓണദിനങ്ങളിൽ മദ്യശാലകൾ തുറന്നു പ്രവർത്തിക്കുന്നതിൽ. ബോണസും പെൻഷനും ബത്തയും ആയിട്ട് നൽകുന്ന പണം സർക്കാർ തിരിച്ചു പിടിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓണക്കാലത്ത് അടച്ചിട്ടാൽ യുവജന സംഘടനാ പ്രവർത്തകർ രാത്രിയാവുമ്പോൾ എങ്ങനെ മിനുങ്ങും? ഈ ഗ്രാമത്തിലെന്നല്ല, മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്. വേതാളം പോലെ കൂടെ തുടരുന്ന ശാപം, വേവുന്നേ നെഞ്ചിനുള്ളിൽ താപം. മദ്യവിമുക്തമായ ഒരു ഇന്ത്യ, സർവ്വ മനുഷ്യരും സഹോദര സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു ഇന്ത്യ. തിരിച്ചെത്തുമോ വത്സ, നാം കൊതിച്ചിടുമാ സൽസ, പിഴയ്ക്കുന്നൊരു വഴിക്കണ്ണുമായി കാഞ്ഞേ പോവോ നാം, അറിഞ്ഞിടുമോ കൃഷ്ണ. മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള സർക്കാരുകളുടെ ശ്രമം കഴിഞ്ഞ കുറേ നാളുകളായി യുവമോർച്ച ശക്തമായ രീതിയിൽ സമരപരിപാടികൾ നടത്തി വരികയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും സർക്കാർ ഓണനാളുകൾ മദ്യഷോപ്പുകൾ തുറന്നു വെച്ചുകൊണ്ട് ഇവിടുത്തെ യുവജനങ്ങളെ വെല്ലുവിളിക്കുന്ന തലയിലേക്ക് കാര്യങ്ങൾ തീരുകയാണ്. ഉടലറിയണ ചവർപ്പാനേലും ഇറക്കിയിടുകിൽ സുഖം സൽസ, നുരപതയണ കുളിർ സോഡയിൽ കലർത്തിയിട്ടെത്ര കവിൾ താങ്ങി, പകലിരവുകൾ ഇഴഞ്ഞോടിടും കുഴഞ്ഞാടിടും അടിക്കാലം, പല തലമുറ കരം മാറി നാം നടത്തിയിടുന്ന കുടിശീലം. ഉന്നതി ആഗ്രഹിക്കുന്ന ഒരു സംഘടനയും ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. വരുന്ന ആളുകളിൽ ഈ സർക്കാർ മദ്യനിരോധനം, സമ്പൂർണ്ണ മദ്യനിരോധനം രാജ്യത്ത് നടപ്പാക്കുന്നവരെ അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ നടത്താൻ തന്നെയാണ് യുവമോർച്ച തീരുമാനിച്ചിട്ടുള്ളത്. മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ. ഇനി പൂസാവണമെന്നുള്ളവർ സൽസ അടിക്കേണ്ട, പകരം അല്പം പാൽപ്പായസം കഴിച്ച് ഫിറ്റാവൂ എന്നാണ് യുവമോർച്ചക്കാരുടെ ഉപദേശം. ഇന്ന് ഈ ബിവറേജ് അടപ്പിക്കുന്നതോടൊപ്പം പ്രതീകാത്മകമായി കുടിയന്മാർക്ക് പാൽപ്പായസ വിതരണം നടത്തിക്കൊണ്ട് യുവമോർച്ച ഈ സമരം നടത്താൻ പോവുകയാണ്. പാലും പഴമും കൈകളിൽ ഏന്തി പവളവായിൽ പുന്നകை சிந்தி கோலமயில் போல் நீ வருவாயே, கொஞ்சம் கிளியே அமைதி கொள்வாயே. பாலும் பழமும் கைகளில் ஏந்தி பவளவாயில் புன்னகை சிந்தி கோலமயில் போல் நீ வருவாயே, கொஞ்சம் கிளியே அமைதி கொள்வாயே. യുവമോർച്ചക്കാരെ പോലെ തന്നെ ആജന്മ മദ്യവിരുദ്ധനായ കോൺഗ്രസിൻ്റെ സുധീരൻ ജി പാർട്ടിയെ കാളവണ്ടി യുഗത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് വിമർശകർ ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ കോൺഗ്രസിനെ ഗാന്ധിയൻ സോഷ്യലിസത്തിൻ്റെ ഓണനാളുകളിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. ഓണക്കാലത്തെ ഓർമ്മകളിലേക്കും ഗ്രാമീണ നന്മകളിലേക്കും കൂടി ഒരു തിരിച്ചുപോക്ക് നടത്തുകയാണ് പ്രസിഡന്റ്. തൈ നട്ടും കാളവണ്ടിയിൽ കയറിയും ചൂണ്ടയിട്ടും നടന്ന പഴയ ഓണക്കാലം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരുന്നു വന്നത് കോട്ടയത്തെ ഒരു ഗ്രാമാഘോഷത്തിൽ പങ്കെടുത്തപ്പോഴാണ്. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി,
എങ്ങും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഇത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ദേഹത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല. നല്ല ഞാൻ കുട്ടിക്കാലത്ത് അമ്മ തേച്ചിരുന്നതാണ്. ഒരു വെന്ത വെളിച്ചെണ്ണ അത് മേലൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട സരള അല്ലേ, സരളയല്ലേ? സരളയ്ക്ക് കാളവണ്ടിയും ചൂണ്ടയിടലും ഇന്ന് പലർക്കും മനസ്സിലായില്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഗ്രാമീണ ദൃശ്യങ്ങളായിരുന്നു. പ്രസിഡന്റിന്റെ ബാല്യകാലം ഈ ദൃശ്യങ്ങളുമായി ഇഴ ചേർന്ന് നിൽക്കുന്നതാണ്. എങ്ങോട്ട് പോവുക? ഇതിനകത്ത് തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. കടയിലാരും ഇങ്ങോട്ട് മാറിയേ, ഒന്ന് ഒതുങ്ങിയിരിക്കുവോ? ഇറങ്ങി വരാനാ പറഞ്ഞത്. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിഞ്ഞ പന്തുരുട്ടി നാടൻ വെച്ച കുഞ്ഞി കുളമ്പടി ചോടിക്കോടാതെ മടിക്കാതെ കണ്ണീർ വിളക്കും വെച്ച് കന്നിപ്പൂം പെണ്ണൊരുത്തി ദൂരെയൊരു കൂരയിൽ എന്നെയും തേടി തളർന്നിരുപ്പാണേ. എനിക്കുണ്ടായത് കാളവണ്ടിയിൽ ഒന്ന് കയറി യാത്ര ചെയ്യാൻ സാധിച്ചു. പണ്ട് കുട്ടിക്കാലത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നെല്ലിയാമ്പതി ഫാറത്തിൽ, അന്ന് അച്ഛൻ അവിടെ ജോലിക്കാരനായിരുന്നു. അന്ന് അവിടെ ഈ ഓറഞ്ച് ഫാറത്തിൻ്റെ കാളവണ്ടി കൊണ്ടുവന്നത്, അതിൽ കയറി യാത്ര ചെയ്ത് ഞാൻ ഓർക്കുകയായിരുന്നു. നല്ലൊരു അനുഭവമാണ്. ചാക്കോച്ചനാണ് കാളവണ്ടി നയിച്ചത്. വളരെ സുരക്ഷിതമായി അദ്ദേഹം ഇവിടെ എത്തിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവർ ചൂണ്ടയിടുന്നതിൽ കാണാനാണ് പോകുന്നത്. എനിക്ക് വീടുമതി, നാടിൻ നന്മ മതി, പഴമയ്ക്ക് കൂട്ടായി ഞാനും എന്നും അറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി നിൻ മനസ്സും മതി. ഞാൻ ചൂണ്ടക്കാരനല്ല. എനിക്ക് ചൂണ്ടയിട്ട് വലിയ വൈദഗ്ധ്യമൊന്നുമില്ല. മുന്നണിയുടെ കൊട്ടയിൽ നിന്ന് അടുത്തിടെ ചാടിപ്പോയ മീനുകളെ തിരികെ പിടിക്കാനാണോ ഈ ചൂണ്ടയിടൽ? ഇന്നത്തെ പരിപാടിക്ക് ഒരു രാഷ്ട്രീയവുമില്ല. VS വീണ്ടും വീട് വിട്ട് വീടുമാറ്റം. ഇടതു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ VS നിയമസഭയിൽ വെറും MLA. VS വെറും MLA ആക്കി ഇരുത്തുന്നതിലെ അഭംഗി ഒഴിവാക്കാൻ പാർട്ടി ഉപായങ്ങൾ ആലോചിച്ചിരുന്നു. അത് നടപ്പിലാകും വരെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞ് വാടക വീട്ടിലേക്ക് മാറി. വീടും പറമ്പും അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അതെ, പടിയിറങ്ങിയ നീലകണ്ഠൻ ഒരേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിന് വേണ്ടി കൈനീട്ടി കിട്ടിയില്ല. സാരമില്ലടോ, വരട്ടെടോ. ദേഹമേ യാത്രയാകുന്നുള്ളൂ, ദേഹി എന്ന് ഇവിടെ ഉണ്ട്. രാഷ്ട്രീയ വാനപ്രസ്ഥത്തിന് അയക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണല്ലോ VSനെയും മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നതുവരെ വാടക വീട്ടിൽ തന്നെ കഴിഞ്ഞു.
തമ്പുരാൻ മുക്കിലുള്ള വാടക വീടാണ് ഇത്. ഇവിടെയാണ് തുടർന്ന് ഞാൻ താമസിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. പദവി ഏറ്റെടുത്തിട്ടും അവ്യക്തതകൾ മാറിയില്ല. ഓഫീസും ഔദ്യോഗിക വസതിയും സ്റ്റാഫ് നിയമനവും ഒക്കെ നീളുന്നതിൽ വി എസിൻ്റെ അതൃപ്തി പുറത്തു വന്നു. വി എസിനെ പുനരധിവസിപ്പിക്കുന്നത് ഒരു പാർട്ടി പദ്ധതിയാണെങ്കിലും നടപ്പാക്കേണ്ടത് സർക്കാർ മെഷീനറിയാണല്ലോ. ഔദ്യോഗിക വസതിയുടെ കാര്യത്തിൽ തീരുമാനമായതോടെ വി എസ് വാടക വീട് ഒഴിഞ്ഞു. ഓഫീസിൻ്റെ കാര്യത്തിലെ അവ്യക്തത തുടരുകയും ചെയ്യുന്നു. ദൈവം തந்த വീട് വീതി இருக்கு தெய்வம் தந்த வீடு வீதி இருக்கு இந்த ஊரென்ன சொந்த வீடென்ன இந்த ஊரென்ன சொந்த வீடென்ன ஞான பெண்ணே வாழ்வின் பொருளென்ன நீ வந்த கதை என்ன வாழ்வின் பொருளென்ன நீ വന്ന കഥയെന്ന. എല്ലാ മലയാളികൾക്കും മലയാളികളേതര ജനവിഭാഗങ്ങൾക്കും എൻ്റെ ഹാർദമായ അഭിവാദനങ്ങൾ, ആശംസകൾ. ഭരണം നടക്കുന്നത് എവിടെയാ? സെക്രട്ടേറിയറ്റിൽ. അപ്പോൾ ഭരണം പരിഷ്കരിക്കുന്നതിനുള്ള കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് സെക്രട്ടേറിയറ്റിൽ തന്നെ എന്ന വി എസിൻ്റെ ആവശ്യവും ന്യായം. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. ടൂറിസം മന്ത്രിയുടെ അഡ്വഞ്ചർ കാണാം ഇടവേളയ്ക്ക് ശേഷം. വലിയ ബുദ്ധിമുട്ടാ അല്ലോടാ.